Hello and welcome back to the 8th chapter of Ladakh series. പാങ്ങോങ്ങിലെ ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഉംലിംഗ്ലയാണ്, വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ആൻഡ് റോഡ്. ഇതിന് മുന്നത്തെ ചാപ്റ്റേഴ്സ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വന്നാൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലഡാക്കിൽ എവിടെ വന്നാലും കാണുന്നത് പോലെ പാങ്ങോങ്ങിൽ നിന്ന് ഹാൻലേയിലേക്ക് പോകുന്ന ഈ ഒരു റൂട്ടും ഭയങ്കര സീനിക്കാണ്. സൈഡിൽ പലതരത്തിലുള്ള വ്യൂ സൂക്ഷിക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ്സ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മലകൾ, ആ മലയിൽ ഓൾമോസ്റ്റ് ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ബ്ലൂ സ്കൈ, അതിലുള്ള വൈറ്റ്, പല തരത്തിലുള്ള ക്ലൗഡ്സ്. ഓരോ ഫ്രെയിമും ഓരോ പെയിൻറ്റിങ് പോലെയാണ് തോന്നുന്നത്. പാങ്ങോങ്ങിന് ശേഷം നമ്മൾ വരുന്ന പല റോഡിലും ഇതുപോലെയുള്ള പച്ച ഗ്രാസ് ലാൻഡ്സും അതിൽ മേഞ്ഞു നടക്കുന്ന പലതരത്തിലുള്ള ജീവികളെയും കാണാം. ജീവികളെന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ കാണുന്നത് യാക്സ്, കിയാങ് എന്ന് പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കാണുന്ന വൈൽഡ് ആസ്, പിന്നെ റെയറായിട്ട് മർമഡ്സ് എന്ന് പറയുന്ന റോഡൻസിനെയും നമ്മൾ കാണാറുണ്ട്. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹാൻലേ വളരെ ചെറിയൊരു വില്ലേജാണ്. അവിടുത്തെ പോപ്പുലേഷൻ അതിലും ചെറുതാണ്. ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഇവിടെയാണുള്ളത്, വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ്. ഹാൻലേയിലെ മിൽക്കി വേ നിറഞ്ഞ സ്റ്റാറി സ്കൈ വളരെ ഫേമസ് ആണ്. ഇവിടെ ടൂറിസം അലവ് തുടങ്ങിയത് റീസെൻ്റ്ലി ആണ്. പാങ്ങോങ്ങിൽ നിന്ന് ഹാൻലേയിലേക്ക് ചുഷുൽ വഴിയാണ് പോകുന്നത്. ഈ റൂട്ടിൽ ചെറിയ ചെറിയ വില്ലേജസ് ഒരുപാടുണ്ട്. അത് റിമോട്ട് ഏരിയാസ് ആണ്. മാൻ, മറാക്ക്, സാഗ, ലോമ തുടങ്ങിയ വില്ലേജസ് ഒക്കെയാണ് ഈ ഹാൻലേ റൂട്ടിൽ വരുന്നത്. പാങ്ങോങ്ങിലേക്ക് പോകുന്ന റൂട്ട് പോലെ തന്നെ ഈ റൂട്ടിലും ഒരുപാട് സ്ഥലത്ത് ടെറൈൻ മാറി മാറി വരുന്നുണ്ട്. റോഡിൻ്റെ കണ്ടീഷനും അതുപോലെ മാറുന്നുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ നമുക്ക് നല്ല പേവ്ഡ് ആയിട്ടുള്ള ടാറിട്ട റോഡ് കാണാൻ പറ്റും. അത് കഴിയുമ്പോഴേക്കും റോഡിൻ്റെ കണ്ടീഷനെല്ലാം മാറി മണ്ണും പൊടിയൊക്കെ നിറഞ്ഞൊരു പാത്തിലേക്ക് നമ്മൾ ചെന്ന് കയറും. സൈഡിലൊരു മൈക്രോസൈസ് ടോർണാഡോ. വണ്ടികളുടെയും പില്ലിൻ്റെയൊക്കെ ദുരിതം കൂട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഗ്രാവൽ പാകിയ ഒരു റോഡിലേക്ക് ചെന്ന് കയറിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പാളിക്കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും വീഴാനായിട്ട്. ആദ്യത്തെ റിവർ ക്രോസിങ് നല്ല രസമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എവിടെ ചെറിയൊരു റിവർ ക്രോസിങ് കണ്ടാലും ഒരു ആവേശമാണ്. ഈ ആവേശമൊക്കെ എപ്പോഴും ഉണ്ടായാൽ മതിയായിരുന്നു. ഈ ഒരു റൂട്ടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി സ്പീഡായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല സാറേ. ഈ പോകുന്ന വഴിക്ക് നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട്, റസംഗ്ല വാർ മെമ്മോറിയൽ. 1962 ഇൻഡോ ചൈനീസ് വാറിൻ്റെ ഒരു മെയിൻ സൈറ്റായിരുന്നു ഈ റസംഗ്ല എന്ന് പറയുന്നത്. LAC അഥവാ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലാണ് ഈ റസംഗ്ല മൗണ്ടൻ റേഞ്ചസ് ഇരിക്കുന്നത്. ഈ വാർ മെമ്മോറിയൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൈനീസ് ബങ്കേഴ്സ് വരെ കാണാം. മേജർ ഷേതാൻ സിംഗ് ലീഡ് ചെയ്ത 120 സോൾജേഴ്സ് അടങ്ങുന്ന ഒരു റെജിമെൻറ്റ്, 13th കുമാവൂൺ റെജിമെൻറ്റ് എന്ന് പറയുന്ന റെജിമെൻറ്റ്, ഏകദേശം 3000-ഓളം വരുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ചൈനീസ് സോൾജേഴ്സിനെ ഡിഫെൻഡ് ചെയ്ത് റസംഗ്ല ഹോൾഡ് ചെയ്യായിരുന്നു. ബാറ്റിൽ ഓഫ് റസംഗ്ല എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് തന്നെ ഇതിനെപ്പറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ये मुमकिन ही नहीं कि खून पर इल्जाम आ जाए. हमारे गांव में बहनें उसे राखी न बांधेंगी. पलट के जंग से भाई अगर नाकाम आ जाए. मैं कैलाश पर्वत, और आज मैं आपको एक काम उस पराक्रम की कहानी, ये मानवीय शक्ति
शक्ति और सामर्थ्य से भरी उस शौर्य की कहानी जिसे हमने आंखों से न देखा होगा तो किंवदंती कहकर छूटा, उस अदम्य साहस की कहानी जो घटते हुए तापमान के साथ और बढ़ा, उस युद्ध की कहानी जो भारत के रणबांकुरों में आखिरी गोली और आखिरी सांस तक था। ये कहानी है 1962 के भारत चीन युद्ध की। ये कहानी है रिजांगला की। വെറും 28ഓളം സോൾജേഴ്സ് മാത്രം വരുന്ന സിഖ് റെജിമെൻ്റാണ് ഇപ്പോൾ റസംഗ്ലയിലുള്ളത്. ഞങ്ങൾ വെറുതെ അവരോടൊക്കെ ഒന്ന് സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചു, ഒരു ചൈനീസ് അറ്റാക്ക് ഈ സമയത്ത് ഉണ്ടായാൽ എന്ത് ചെയ്യും, ഇത്രയും സോൾജേഴ്സല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ അതിന് അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ ധാരാളം എന്നുള്ളതാണ്. ഹാറ്റ്സ് ഓഫ് ടു ദ കറേജ്. ഈ റസംഗ്ല സംരക്ഷിക്കേണ്ടതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, റസംഗ്ല പാസ് ബ്രേക്ക് ചെയ്ത് ചുഷുങ്ങിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ലേയിലേക്ക് ഡയറക്റ്റ് പാത്താണ് ഒരു ഇൻവേഡർക്ക് കിട്ടുന്നത്. ഇതുവരെ കിട്ടിയതുപോലെ അല്ലാതെ കുറച്ച് ആഴം കൂടിയ അത്യാവശ്യം പണി കിട്ടാൻ ചാൻസ് ഉള്ള റിവർ ക്രോസിങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം എയർ ബോക്സിൻ്റെ ലെവലിൽ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം കയറി വണ്ടി നിന്ന് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പണി കിട്ടി എന്നുള്ള കാര്യം ഉറപ്പിക്കാം. पानी के फ्लो के साथ ऐसे निकल मत जाना। गया नोक 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 अब ऐसे ही धक्का लेके जाओ, स्टार्ट नहीं होगा। चलो भाई 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 मत करो भाई, नहीं मारना, भी आगे लेके जाओ। गेट डाउन करो, गेट डाउन। हो ही नहीं सकता फर्स्ट पे। പുറത്തുനിന്ന് കാണുമ്പോൾ വണ്ടി ഓടിക്കാൻ അറിയാഞ്ഞിട്ട് വാട്ടർ ക്രോസിങ്ങിൽ വണ്ടി ഓഫായതുപോലെ തോന്നുമെങ്കിലും പക്ഷേ സംഭവിച്ചത് അങ്ങനെയല്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മിക്കവാറും വണ്ടികളും ബുള്ളറ്റ് 500cc BS4 വണ്ടികളായിരുന്നു, സെൻസേഴ്സ് വരുന്ന ടൈപ്പ്. ഒരേ ഒരു വണ്ടി മാത്രം പഴയ മോഡൽ 350 ആയിരുന്നു, 350 ക്ലാസിക്. അതിൽ സെൻസേഴ്സിൻ്റെ എണ്ണം കുറവാണ്. ഈ സെൻസേഴ്സ് ഉള്ള വണ്ടിയെല്ലാം തന്നെ ഈ വെള്ളത്തിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഓഫ് ആകുമായിരുന്നു. പോരാത്തതിന് ഇതിൻ്റെ നടുവിലായിട്ട് ലൂസായിട്ടുള്ള സാൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു, പക്ഷേ 350 ഓഫായില്ല, 500cc ബുള്ളറ്റ് എല്ലാം ഓഫായി. ഇതൊരു വണ്ടിയുടെ കംപ്ലൈൻ്റ് ആയിട്ടല്ല പറയുന്നത്, ബട്ട് 500cc എയർ ബോക്സിനടുത്ത് സെൻസേഴ്സ് വരുന്നുണ്ട്. ബിക്കോസ് എല്ലാ വണ്ടികളും ഫസ്റ്റ് ഗിയറിൽ ഫുൾ ത്രോട്ടിലാണ് കയറ്റാനായിട്ട് ശ്രമിച്ചത്, പക്ഷേ വണ്ടി ഓഫായി പോവുമായിരുന്നു. ഓൾമോസ്റ്റ് 17,000 ഫീറ്റിലാണ് നമ്മളിപ്പോൾ ഓൾറെഡി നിൽക്കുന്നത്.
ഈ വെള്ളം കയറിയ വണ്ടിയെല്ലാം രണ്ടാമത് സ്റ്റാർട്ടാക്കി എടുക്കാനായിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നു. വെറുതെ നിന്നാലും ശ്വാസം കിട്ടാത്ത സ്ഥലത്ത് നമ്മൾ ഈ വണ്ടി ഉന്തി എഫേർട്ട് ഇട്ടിട്ട് ശ്വാസം നേരെ ഒന്ന് വീഴാനായിട്ട് തന്നെ കുറച്ച് ടൈം എടുത്തു. ഈ ടൈമിൽ പെജറയിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് കളിക്കുകയും വണ്ടിയിൽ നിന്ന് പല തരത്തിലുള്ള വീഡിയോസ് എടുത്ത് രസിക്കുകയായിരുന്നു. പെജറയ്ക്ക് ആവാമല്ലോ. ഒരുപാട് നേരം ട്രൈ ചെയ്ത് എങ്ങനെയെങ്കിലും വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി എടുത്തു. അതുകൊണ്ട് നേരെ ഇപ്പോൾ ഹാൻഡിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ത്രോട്ടിൽ കൊടുത്തപ്പോൾ സൈലൻസറിൽ നിന്ന് പോയ വെള്ളത്തിന് കൈയും കണക്കുമില്ല. ഭാഗ്യത്തിന് വെള്ളത്തിൽ ഓഫായി പോയ എല്ലാ വണ്ടിയും സ്റ്റാർട്ടായി കിട്ടി. നോർമൽ കണ്ടീഷൻസിൽ സൈലൻസറിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അത് എൻജിനിലേക്ക് കയറി വണ്ടി മൊത്തത്തിൽ പണിയാവാറാണ് പതിവ്. നമ്മുടെ കൂടെ ഒരു ബാക്കപ്പ് വെഹിക്കിൾ വരുന്നുണ്ട്, പക്ഷേ അവർക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ഫുൾ വണ്ടിയുടെ എൻജിൻ അഴിച്ച് പണിയാനൊന്നും പറ്റത്തില്ലോ ഇങ്ങനെ ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ച്. എനിവേസ് സീംസ് ലൈക്ക് എ ലക്കി ഡേ. പാങ്ങോങ്ങിൽ നിന്ന് ഹാൻഡിലേക്ക് ഓൾമോസ്റ്റ് 300+ കിലോമീറ്റേഴ്സ് ഉണ്ട്. ഈ 300+ കിലോമീറ്റേഴ്സിൽ ഒരു 250 കിലോമീറ്റേഴ്സും ഡെസേർട്ടാണ്. ഒരു മനുഷ്യ കുഞ്ഞെ പോലും കാണാൻ കിട്ടാറില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പട്ടാള ക്യാമ്പുകളാണ് ആകെയുള്ള ഒരു ആശ്വാസം. ഏതായാലും ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനം നമുക്കിപ്പോൾ എൻജോയ് ചെയ്യാം, ദ വ്യൂ. വാട്ടർ ക്രോസിങ്ങിന് ശേഷം വണ്ടിക്ക് എന്തോ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്, അതുപോലെ ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ കുറവാണ്. അതൊക്കെ ഉണ്ട്, പക്ഷേ ജസ്റ്റ് ലുക്ക് അറ്റ് ദ വ്യൂ മാൻ. ദൂരെ ആ പച്ചപ്പിൽ കുതിരകൾ നിൽക്കുന്നുണ്ട്. ആരെങ്കിലും വളർത്തുന്നതാണോ എന്ന് അറിയത്തില്ല, പക്ഷേ അതിൻ്റെയൊക്കെ കഴുത്തിലെന്തോ ഇങ്ങനെ കെട്ടിയിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട്. എന്തൊരു ഫ്രെയിമല്ലേ. നമ്മുടെ ഫ്രണ്ടിൽ റോഡ് ക്രോസ് ചെയ്ത് ഓടുന്ന സാധനത്തിനെ കണ്ടോ? അതാണ് ടിബറ്റൻ പ്ലാജോ കാണുന്ന വൈൽഡ് ആസ്, വിച്ച് ഈസ് കോൾഡ് കിയാങ്. ബ്യൂട്ടിഫുൾ വ്യൂ. വിചാരിച്ചതുപോലെ നല്ല പണി കിട്ടിയിട്ടുണ്ട് റിവർ ക്രോസിങ്ങിൽ. എഞ്ചിനകത്ത് വരെ വെള്ളം കയറി ഇപ്പോൾ സ്ലഷാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഫുള്ളായിട്ട് ബ്രേക്ക് ഡൗൺ ആയി വഴി വെച്ച്. താങ്ക്ഫുള്ളി നമ്മുടെ കൂടെ ബാക്കപ്പ് വെഹിക്കിൾ ഉള്ളത് കൊണ്ട് ഇവിടെ വെച്ച് റിപ്പയർ ചെയ്യണം. എഞ്ചിൻ ഓയിൽ ഫുള്ള് ഡ്രെയിൻ ചെയ്ത് 4 ലിറ്റർ പെട്രോൾ കൊണ്ട് എഞ്ചിൻ കഴിയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും വണ്ടിയിൽ എഞ്ചിൻ ഓയിൽ നിറച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഹാൻഡിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. വണ്ടി റിപ്പയർ ആയിട്ട് നമ്മൾ നല്ല ഡിലേ ആയിട്ടുണ്ട്. കൂടെ ഒരു വണ്ടിയും പിന്നെ ബാക്കപ്പ് വെഹിക്കിളും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഇരുട്ട് വീണിട്ട് ഹാൻഡിൽ എത്തുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. ബട്ട് വി ഹാവ് ടു റീച്ച് ദ ബിഫോർ ഇറ്റ്സ് ടു ലേറ്റ്. അങ്ങനെ ഇന്നലെ ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ ഹാൻഡയിലെത്തിയത്. രാവിലെ ടൈമൊന്നും കളയാണ്ട് നേരെ ഉംലിംഗ് ലായിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞാൻ നേരത്തെ തന്നെ മെൻഷൻ ചെയ്തിരുന്നു, ഉംലിംഗ് ല വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ആൻഡ് റോഡാണ്. ആൻഡ് ലക്ലി ഫോർ us അത് ഇന്ത്യയിലാണ്. ഏതൊരു ബൈക്കറിൻ്റെയും ഒരു സ്വപ്നമായിരിക്കും ഇങ്ങനെയുള്ളൊരു പാസ് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളത്, ഇങ്ങനൊരു പാസിൽ റൈഡ് ചെയ്ത് പോകുക എന്നുള്ളത്. ആൻഡ് ടുഡേ വി ആർ ഗോണ ഡു ദാറ്റ്. 2017 ബ്രോ ഈ റോഡ് കൺസ്ട്രക്ട് ചെയ്തത്. ചിസുംല ഡെംചോക്ക് എന്ന് പറയുന്ന 2 വില്ലേജസ് കണക്ട് ചെയ്തിട്ടാണ് ഈ റോഡ് വരുന്നത്.
പ്രത്യേകിച്ച് റോഡൊന്നും ഇല്ലാത്ത ഡെസേർട്ടായിട്ട് കിടക്കുന്ന ഉംലിംഗിലേക്ക് പോകുന്ന ഈ റൂട്ടിൽ ഒരു കാർ റേസ് കാണാം. ഈ ഉംലിംഗ്ലയിലേക്ക് എത്തുന്ന റോഡ് അത്ര ഈസി ആയിട്ടുള്ള റോഡൊന്നുമല്ല. പല സ്ഥലത്തും വണ്ടി കയറാത്ത രീതിയിലുള്ള കയറ്റങ്ങളും പല സാൻഡ് ഡ്യൂൺസ്, ലൂസ് സാൻഡുള്ള ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നമ്മൾ വണ്ടി പല സ്ഥലത്തേക്കും കയറ്റിയത്. ഐ തിങ്ക് ബൈക്കേഴ്സ് പിന്നെയും സേഫ് ആയിരുന്നു. കാറ് കയറാനായിരുന്നു ബുദ്ധിമുട്ടിയെന്ന് തോന്നുന്നു. ഫുള്ളി ലൂസ് ആൻഡ് വരുന്ന ഹെയർ പിൻ ബെൻസ് ഉണ്ടായിരുന്നു. അവിടെ ബൈക്ക് ഇച്ചിരി കഷ്ടപ്പെട്ടാണ് കയറിയത്. മേളിലേക്ക് നമ്മൾ കയറും തോറും ബൈക്കിന് നല്ലപോലെ മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. EFI എഞ്ചിനിൽ അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. ബട്ട് സ്റ്റിൽ അതിന് അവരുടെ എല്ലാം പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെ ലെവൽ കുറവായതാണ് റീസൺ എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടും നമ്മൾ മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് മൊത്തം യാക്കാണ്. യാക്കും ഒറിജിനലായിട്ടുള്ള യാക്കും പിന്നെ അതിൻ്റെ ഹൈബ്രിഡ്സും ഉണ്ട്. അതായത് ഇവിടുത്തെ ലോക്കൽ കാറ്റലായിട്ടുള്ള ഹൈബ്രിഡ്സും ഇതിനകത്തുണ്ട്. Wow, gateway to Umlingla. We are almost there. Welcome to world's highest motorable road. Thank you so much. ഹയസ്റ്റ് മോട്ടറബിൾ റോഡും പാസും മാത്രമല്ല, ഹയസ്റ്റ് കാഫറ്റീരിയയും അവിടെ തന്നെയാണ്, ബ്രോ കഫേ. 2017 കൺസ്ട്രക്ഷൻ തുടങ്ങിയെങ്കിലും വളരെ റീസെൻ്റൊക്കെ ആയിട്ടാണ് ഈ റോഡ് കംപ്ലീറ്റ് ആയത്. ഡെംചോക്ക് വില്ലേജ് എന്ന് പറയുന്നത് ഇന്ത്യ ചൈന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ വരുന്ന ഒരു സ്ഥലമാണ്. ഡെംചോക്കിൻ്റെ ചില പോർഷനിൽ വെച്ച് നമുക്ക് ഫോണിലൊക്കെ ചൈനീസ് ടൈമാണ് കാണിക്കുന്നത്. അത്രയും പ്രോക്സിമിറ്റി ഉള്ള സ്ഥലമാണ്. ഇന്നെന്തായാലും നമ്മൾ ഡെംചോക്കിലേക്ക് പോകുന്നില്ല, ഉംലിംഗ്ലയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ജസ്റ്റ് അറൗണ്ട് 6 kilometers to reach the top. നമ്മളിപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിനെക്കാട്ടിലും മുകളിലാണ് നിൽക്കുന്നത്. 19,024 feet. ഇതാണ് ഉംലിംഗ്ലയുടെ ഹൈറ്റ്. മീറ്റേഴ്സിൽ പറയുകയാണെങ്കിൽ 5,799 meters. ബൈക്കിന് നല്ല രീതിയിൽ മിക്സിങ് വരുന്നുണ്ട്, പക്ഷേ ത്രോട്ടിൽ സ്പൈക്ക് ചെയ്ത് മേളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. Finally, we have reached, guys. We have reached Umlingla. വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് നേടിയെടുത്ത ഒരു അച്ചീവ്മെൻ്റ് ആണിത്. എ ഡ്രീം കം ട്രൂ മൊമെൻറ്റ്. നമ്മളൊരു വണ്ടി ഓടിച്ച് ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നൊരു ഫീലാണ്. ആൻഡ് ആക്ച്വലി ഒരു വാഹനത്തിൽ വരാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും മുകളിലുള്ള റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ബ്രോ കഫേ വിച്ച് ഈസ് ഓപ്പറേഷണൽ. ഇവിടെ ചായയും മാഗിയും വരെ കിട്ടും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓക്സിജൻ സിലിണ്ടർ കിട്ടുന്ന കട ക്ലോസ്ഡ് ആണ്. ഇത്രയും ഹൈറ്റുള്ള പ്രദേശത്ത് നമ്മൾ നിൽക്കുമ്പോൾ ശ്വാസം കിട്ടുന്നത് തന്നെ വളരെ ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്സിജൻ സിലിണ്ടേഴ്സും മറ്റുള്ള പ്രിക്കോഷൻസും നമ്മൾ എപ്പോഴും എടുക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ഒരു ചലഞ്ച് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ഉംലിംഗ്ലയിൽ വെച്ച് നമ്മൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടു നോക്ക്.
जाए, ऐसा कोई साथी हो, ऐसा कोई प्रेमी हो, प्यास दिल की बुझा जाए, नीले नीले अंबर पर चांद जब आए। जब चूमते हैं अंबर को, प्यासा प्यासा अंबर जब चूमता है सागर को, प्यार में बसने को मेरा ललचाए। അങ്ങനെ ലോകത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ട് ഞാനിപ്പോൾ പില്ലിയൻ സീറ്റിലേക്ക് മാറി. ഷാനുവാണ് ഇനി റൈഡർ. വന്ന അതേ റൂട്ടിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഈക്വലി ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡ്. നല്ലൊരു മഴ കയറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ എങ്ങാനും പെയ്യുകയാണെങ്കിൽ ഒതുങ്ങി നിൽക്കാൻ പോലും ഇവിടെ എങ്ങും ഒരു ഏരിയയില്ല. കാർമേഘം ഇങ്ങനെ കയറി വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഹാൻഡിൽ എത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. വന്നപ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റിൽ ദൂരം അത്ര അറിഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് അറിയുന്നുണ്ട്. ഒരു പറ്റം കിയാങ് ദേ അവിടെ നിൽക്കുന്നുണ്ട്. നേരത്തെ നമ്മുടെ റോഡ് ക്രോസ് ചെയ്ത് പോയ സെയിം വൈൽഡ് ആസസ്. ഇന്ത്യയിൽ നിന്ന് വേറൊരു ടൈപ്പ് വൈൽഡ് ആസ് ഉണ്ട്. അത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് ഏരിയാസിൽ കാണുന്നുണ്ട്. അതിനെ വിളിക്കുന്നത് ഖൂർ എന്നാണ്. കിയാങ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസിലാണ് കൂടുതൽ കാണുന്നത്, ടിബറ്റൻ പ്ലാറ്റ്യൂസിൽ. ഇതേ മോമോട്സ് ഇരിക്കുന്നു. ഇവർക്ക് മനുഷ്യരെ അത്ര പേടിയൊന്നുമുള്ള ആൾക്കാരല്ല, പക്ഷെ വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടാൽ ചെറുതായിട്ട് പേടിക്കും. ക്യുരൽ വർഗത്തിൽപ്പെട്ട റോഡൻസ് ആണ് ഇവർ. മണ്ണിൽ കുഴിയൊക്കെ എടുത്തിട്ട് അതിനകത്താണ് ഇവർ ജീവിക്കുന്നത് കൂടുതലായിട്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള റോഡൻസ് ആണ് ഇവർ. ഏറ്റവും സൈസുള്ള റോഡൻസും ഇവർ തന്നെയാണ്. വി ഹാവ് ഓൾമോസ്റ്റ് റീച്ച്ഡ് ഹാൻഡ്ലി. ഇനി നമുക്ക് പോകാനുള്ളത് ഇവിടുത്തെ ഒബ്സർവേറ്ററി ആണ്, വിച്ച് ഈസ് ദ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഒബ്സർവേറ്ററി. ഹാൻഡ്ലി ഒരു ഡാർക്ക് സ്കൈ റിസർവ് ആണ്. അതായത് നമ്മുടെ ഫോറസ്റ്റിലൊക്കെ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്ന പോലെ അസ്ട്രോണമി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൈ പൊല്യൂഷൻ ഇല്ലാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയയാണ് ഹാൻഡ്ലി. സോ ഇവിടുത്തെ നൈറ്റ് സ്കൈ എന്ന് പറയുന്നത് അത്ര ക്ലിയർ ആണ്. നമുക്ക് ഈവൻ നേക്കഡായി വെച്ച് തന്നെ മിൽക്കി വേ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒബ്സർവേറ്ററി, വിച്ച് ഈസ് കൺട്രോൾ ഫ്രം ബാംഗ്ലൂർ. നമുക്കിത് വിസിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ടെലിസ്കോപ്പ് യൂസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല. സോ വേൾഡിലെ ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ആൻഡ് റോഡ് പോയി, വേൾഡിലെ ഹയസ്റ്റ് കഫറ്റീരിയ പോയി, വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഒബ്സർവേറ്ററിലും പോയി. Now we are going back to Leh. Hope you like this video. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക and please subscribe the channel. Maximum friends നൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക and see you soon with the next chapter. Until then, Chule.